Hi all, welcome to the introduction class of Business and Technology. I am Adhina, your BT faculty at Dream Ledger. So, ഇന്ന് നമ്മൾ ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ നോളജ് ലെവലിലുള്ള ഫസ്റ്റ് പേപ്പറിന് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും ഈ സബ്ജക്റ്റിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവാൻ പോകുന്നതെന്നുള്ളത്. ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് ACCA-ൽ 3 ലെവൽ ഓഫ് പേപ്പേഴ്സ് ഉണ്ട്. നോളജ്, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ ലെവൽ. അതിൻ്റെ അകത്ത് നോളജ് ലെവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബേസ് ലെവലിൽ വരുന്ന 3 പേപ്പേഴ്സ് ഉണ്ട്. അതിലെ ഒരു പേപ്പറാണ് ബിസിനസ് ആൻഡ് ടെക്നോളജി, അതായത് BT എന്ന് പറയുന്ന പേപ്പർ. അപ്പം ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് എക്സാം ഇൻ അപ്ലൈഡ് നോളജ് ലെവൽ ഓഫ് ACCA ക്വാളിഫിക്കേഷൻ. BT ആണ് ഫസ്റ്റ് പേപ്പർ വരുന്നത് നോളജ് ലെവലിലുള്ളത്. അപ്പം നമുക്ക് നോളജ് ലെവലിൽ 3 പേപ്പേഴ്സ് ആണുള്ളത്. ആൻഡ് സ്കിൽസിൽ 6 പേപ്പേഴ്സും ആൻഡ് പ്രൊഫഷണലിൽ 4 പേപ്പേഴ്സും ആണ് കറണ്ട് സിലബസ്, കറണ്ട് സ്ട്രക്ചറിൽ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ ഫസ്റ്റ് പേപ്പറാണ് ബിസിനസ് ആൻഡ് ടെക്നോളജി. അപ്പം എന്താണ് ബിസിനസ് ആൻഡ് ടെക്നോളജി? അതായത് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് എന്താണ് ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ പേപ്പർ, അതിനകത്ത് എന്തൊക്കെ കീ പോയിന്റ്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്, അതിൻ്റെ എക്സാം പാറ്റേൺസ് എങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്, നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ റിസോഴ്സസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ആൻഡ് BTയുടെ പോർഷനിൽ ഒരു ചെറിയ ടോപ്പിക് ഡിസ്കഷൻ ആയിരിക്കും ഈ ക്ലാസ്സിൽ ഉണ്ടാവുമായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ BT അതായത് ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ it's a theory focused exam that introduces how business works and how accountants fit into them. You don't need advanced accounting knowledge yet. It is more about understanding concepts. അതായത് നോളജ് ലെവൽ പേപ്പർ എന്ന് പറഞ്ഞാൽ പൊതുവെ ഇപ്പം നിങ്ങൾ 12th കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പേപ്പറാണ് നോളജ് ലെവൽ പേപ്പർ. ബട്ട് നിങ്ങളിപ്പോൾ BCom കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നോളജ് ലെവൽ പേപ്പർ എക്സംഷൻ ആണ്. ദ റീസൺ ഇസ് നിങ്ങൾ ഈ ഒരു പോർഷൻ ബിസിനസ് ആൻഡ് ടെക്നോളജി ഇതേ പേരിലല്ലെങ്കിലും നിങ്ങൾ BCom അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുമ്പോഴത്തേക്കും ഈ കോൺസെപ്റ്റ് അതിൽ കവറായി പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പക്ഷെ +2 കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് +2-ൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്ന ചില ടോപ്പിക്സ് ഒക്കെ ഉണ്ട്, എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ 12th-ൽ കവർ ചെയ്തതായിരിക്കും. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ കവർ ചെയ്ത ടോപ്പിക്സ് ആയിരിക്കാം, പക്ഷെ ഇത്ര ഡീറ്റെയിൽ ആയിട്ടായിരിക്കില്ല. അതുകൊണ്ടാണ് +2 കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് നോളജ് ലെവൽ പേപ്പേഴ്സ് കമ്പൾസറി ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം എന്താണ് BT എന്ന് പറഞ്ഞ പേപ്പറിൽ കീ ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പം മെയിനായിട്ട് 5 ടോപ്പിക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് എൻവയൺമെന്റ്, അതായത് എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്, ജോയിന്റ് വെഞ്ചർ ആണ്, ടൈപ്സ് ഓഫ് ബിസിനസ്, പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കാര്യം, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാകുമ്പോൾ അവർ ഫോളോ ചെയ്യേണ്ട കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ വരുന്നതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് മാനേജ്മെന്റ്, അതായത് ആ ഓർഗനൈസേഷനിൽ എന്ത് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്, അവരുടെ കോർപ്പറേറ്റ് ഗവർണൻസ് എങ്ങനെയാണ്, അവരുടെ HR പോളിസീസ് എങ്ങനെയാണെന്നൊക്കെ. പിന്നെ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ബേസിസ്, അതായത് എന്തൊക്കെ റോൾസ് ആണ് എന്തൊക്കെ റോൾസ് ആണ് അക്കൗണ്ടിങ്ങിലുള്ളത്, എന്തൊക്കെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആണ് ഉള്ളത് എന്നൊക്കെ. പിന്നെ ഇന്റേണൽ കൺട്രോൾ റിസ്ക്കും പ്രൊഫഷണൽ എത്തിക്സും. അപ്പോൾ ഇന്റേണൽ കൺട്രോൾ റിസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ കൺട്രോൾസ് എങ്ങനെയാണ്, എന്തെങ്കിലും ഫ്രോഡ്സ് വരുമ്പോൾ അവരെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആസ് എ പ്രൊഫഷണൽ ACCA-യുടെ കുറേ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ BT എന്ന് പറഞ്ഞത് ഇപ്പോൾ നോളജ് ലെവൽ പേപ്പേഴ്സിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അതൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ നോളജ് ലെവൽ പേപ്പേഴ്സ് ആണ് പിന്നെ നിങ്ങൾക്ക് സ്കില്ലിലും പ്രൊഫഷണൽ ലെവൽസിലും ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ പറഞ്ഞ ടോപ്പിക്സ് തന്നെ, അതായത് ഫ്രോഡ്, അതായത് ഇന്റേണൽ കൺട്രോൾ റിസ്ക്, അല്ലെങ്കിൽ പ്രൊഫഷണൽ എത്തിക്സ്, ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇനിയും, അതായത് നിങ്ങൾ സ്കിൽ ലെവൽ പേപ്പേഴ്സ് പഠിക്കുമ്പോഴത്തേക്കും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് ആണ്. ഈ പ്രൊഫഷണൽ എത്തിക്സ് അല്ലെങ്കിൽ ഇന്റേണൽ കൺട്രോളൊക്കെ AA ഓഡിറ്റ് ആൻഡ് അഷുറൻസ് എന്ന് പറഞ്ഞ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോളജ് ലെവലിൽ നല്ലൊരു ബേസ് ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കി കോൺസെപ്റ്റ്സ് പഠിച്ചാൽ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൽ ലെവൽ പേപ്പേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 5 കീ ടോപ്പിക്സ് ആണ് നമ്മൾ BT എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യുക. ഇനി അടുത്തത്
എക്സാം സ്ട്രക്ചർ. അപ്പം എക്സാം സ്ട്രക്ചറിന്റെ കാര്യം പറയുമ്പോഴത്തേക്കാണെങ്കിൽ ഓരോ ലെവലും ACCയുടെ ഓരോ ലെവൽ കഴിയുമ്പം ഓരോ ഫോർമാറ്റാണ് ഓരോ പേപ്പേഴ്സിനും. അതായത് നോളജ് ലെവലിന് ഒരു ഫോർമാറ്റ് ആയിരിക്കും, സ്കില്ലിന് വേറെ, പ്രൊഫഷണലിന് വേറെ. അപ്പം ഇവിടെ BT നോളജ് ലെവൽ പേപ്പറാണ്. അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 അവർ ആണ് ടൈം കിട്ടുക എക്സാം എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതൊരു ഓൺ ഡിമാൻഡ് പേപ്പറാണ്. അതായത് നിങ്ങൾ എപ്പോൾ പഠിച്ചു, എപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നു, ഓക്കെ നിങ്ങൾ പോർഷൻസ് കവറായി, നിങ്ങൾ ഫുള്ള് പഠിച്ചു കഴിഞ്ഞു, ആ ടൈമിൽ ഇപ്പം നിങ്ങൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ വേണമെങ്കിൽ എക്സാം എഴുതാം. അങ്ങനെ എഴുതാൻ പറ്റുന്ന പേപ്പേഴ്സാണ് നോളജ് ലെവലിലെ പേപ്പേഴ്സ്. ഇതിൻ്റെ അകത്ത് എക്സാം സ്ട്രക്ചർ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് 2 hours ആയിരിക്കും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. 100 മാർക്കിനായിരിക്കും പേപ്പർ വരുന്നത്. ആൻഡ് അതിൽ 50%, അതായത് 50 മാർക്ക് വേണം പാസ്സാവാൻ. ഓക്കെ. ആൻഡ് ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അതായത് നമുക്കറിയാം ACCയുടെ എല്ലാം പണ്ട് റിട്ടേൺ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഫുൾ കമ്പ്യൂട്ടർ ബേസ്ഡ് പേപ്പർ എക്സാമിനേഷൻ ആണ്. എല്ലാം സിസ്റ്റം യൂസ് ചെയ്ത് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ അകത്തെ ഫോർമാറ്റ് എന്ന് വെച്ചാൽ നോളജ് ലെവൽ പേപ്പേഴ്സ്, അതായത് BTക്ക് വരുന്ന ഫോർമാറ്റ് എന്ന് വെച്ചാൽ ഫുൾ 100 മാർക്സിന് MCQs ആയിരിക്കും. അതായത് ഫുൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ ഇനി അങ്ങനെ പറയുമ്പം നിങ്ങൾ ഓർക്കേണ്ട MCQs ആണ്, അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, എന്തായാലും ഓപ്ഷൻസ് ഉണ്ടാവും, ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് പോയാൽ മതിയല്ലോ എന്ന്. പക്ഷെ അങ്ങനെ അല്ല. അതായത് MCQ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പോർഷനിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. കാരണം നിങ്ങൾക്ക് വേറെ എഴുതാനോ ഡിസ്ക്രിപ്റ്റീവായിട്ടോ ഉള്ളൊരു പോർഷൻ ഇല്ല. അപ്പോൾ ഫുൾ അറൗണ്ട് ഹോൾ BT ടോപ്പിക്കിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും MCQs ചോദിക്കാം. ആൻഡ് MCQs അതായത് ചിലപ്പോൾ ഓപ്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതേണ്ടതായിരിക്കും, അല്ലെങ്കിൽ ഡ്രാഗ് ഡൗൺ ചെയ്യേണ്ടതായിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പം എവിടുന്ന് വേണം MCQ ആയതുകൊണ്ട് എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാന്ന് പറയുമ്പം നമുക്ക് ഒരു പോർഷൻ പോലും മിസ്സാക്കാൻ പറ്റില്ല. അതായത് അത് ഇഗ്നോർ ചെയ്തേക്കാം, അത് ഇമ്പോർട്ടൻ്റ് അല്ല, ഇവിടുന്ന് ചോദിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പം എങ്ങനെയാണ് ആ പേപ്പർ വരുന്നത്, BTയുടെ പേപ്പർ എങ്ങനെയായിരിക്കും വരുന്നത്? BT പേപ്പറിൽ 2 സെക്ഷനാണുള്ളത്, സെക്ഷൻ A ആൻഡ് സെക്ഷൻ B. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും 2 സെക്ഷൻ ഉണ്ട്. അതായത് സെക്ഷൻ Aയിൽ നിങ്ങൾക്ക് 16 ക്വസ്റ്റ്യൻസ് 1 മാർക്കിനായിരിക്കും. 1 മാർക്കിന് 16 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻഡ് 30 questions for 2 marks each. ഓക്കെ. അപ്പം ആസ് പെർ ദ ക്വസ്റ്റ്യൻ, ആസ് പെർ ദ മാർക്ക്, അപ്പം നിങ്ങൾക്ക് ടോട്ടൽ മാർക്സ് സെക്ഷൻ Aന്ന് ഗെയിൻ ചെയ്യുന്നത് 76 ആയിരിക്കും. 76 മാർക്കിനോളം നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് 1 മാർക്ക് ക്വസ്റ്റ്യനും 2 മാർക്ക് ക്വസ്റ്റ്യനും MCQസിൽ വരും. സെക്ഷൻ B എന്ന് പറയുന്നത് ഒരു മൾട്ടി ടാസ്ക് ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും, ഓക്കെ, ഒരു സിറ്റുവേഷൻ തന്നിട്ടുണ്ടാവും, ആൻഡ് അതിൻ്റെ അകത്ത് സബ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ആ MCQ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി, ചിലപ്പോൾ അതിൽ കാൽക്കുലേഷൻസ് വരാം, അവിടെ നിങ്ങൾ ഫിഗേഴ്സ് തന്നിട്ടുണ്ടാവും, അപ്പോൾ അത് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതേണ്ടതായിരിക്കും. അപ്പം അങ്ങനത്തെ ആ സിനാരിയോ ബേസ് ചെയ്ത് തരുന്ന ഇതാണ് സെക്ഷൻ B എന്ന് പറയുന്നത്. അത് 6 സിനാരിയോസ് ആയിരിക്കും ഉണ്ടാവുക, 4 മാർക്ക് ഈച്ച്. അപ്പോൾ 24 മാർക്സിനാണ് സെക്ഷൻ B വരിക. അപ്പം BTയിൽ 2 സെക്ഷനാണുള്ളത്, സെക്ഷൻ A ആൻഡ് സെക്ഷൻ B. സെക്ഷൻ A for 76 marks and section B for 24 marks. അപ്പോൾ ടോട്ടൽ 100 മാർക്സ് ആൻഡ് അറൌണ്ട് 52 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയായിരിക്കും എക്സാം സ്ട്രക്ചർ വരിക BTയുടെ. നോളജ് ലെവൽ പേപ്പേഴ്സിൻ്റെ മിക്കതും എക്സാം സ്ട്രക്ചേഴ്സ് ഇങ്ങനെ ആയിരിക്കും. സ്കില്ലിലേക്ക് മുമ്പ് മാറും, അവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവും. അതേ സെക്ഷൻ C വരും, അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതാണ്, MCQs ഇല്ല. ആൻഡ് പ്രൊഫഷണലിലേക്ക് പോകുമ്പം MCQs ഒന്നുമില്ല, ഫുള്ള് ടൈപ്പ് ചെയ്ത് തന്നെ ഇതാക്കണം. അപ്പം ഇനി MCQs ആണെന്ന് പറയുമ്പം നിങ്ങൾ ഒരിക്കലും ഓക്കെ ക്വസ്റ്റ്യൻ വായിച്ച് സെലക്ട് ചെയ്ത് പോയാൽ മതി, അപ്പം സിസ്റ്റം യൂസ് ചെയ്യേണ്ട ഒരു ഫെമിലാരിറ്റി ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് വേണ്ട എന്നുള്ളത്. അത് തെറ്റാണ്. കാരണം നിങ്ങൾക്ക് 52 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ. അത് നിങ്ങൾക്ക് 2 hours ഉള്ളൂ. അപ്പോൾ പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ ആകെപ്പാട് 1.2 minutes ഉള്ളൂ ഒരു ക്വസ്റ്റ്യൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. അതായത് ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, 16 മാർക്കിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആകുമ്പം അതിനകത്ത് 1.2 minute ഉള്ളൂ നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ 1.5 minute നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ.
അപ്പോൾ അതിന് നിങ്ങൾക്ക് ആ ഒരു ടൈം ലിമിറ്റ് കീപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. ഞാൻ പറഞ്ഞു സെക്ഷൻ ബി ഉണ്ടാവും ആൻഡ് അതിൽ സിനാരിയോ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ അതിൽ കാൽക്കുലേഷൻസ് വരും. അപ്പം മോസ്റ്റ്ലി സെക്ഷൻ ബിയിൽ BT പേപ്പറിൽ കാൽക്കുലേഷൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഏരിയ. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ 12th അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും എക്കണോമിക്സ്. അപ്പം അതിനേക്കാളും കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഇതായിരിക്കും നമ്മൾ ഇവിടെ പഠിക്കുന്നത് BTയിൽ. അപ്പം അതിൻ്റെ അകത്ത് മാക്രോ മൈക്രോ എക്കണോമിക്സിൽ നിന്നായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി കാൽക്കുലേഷൻസ് സെക്ഷൻ ബിയിൽ BTയിൽ ചോദിക്കും. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ എക്സാം പാറ്റേൺ. അപ്പം നിങ്ങൾക്ക് BT ലൈക്ക് എത്രാമത്തെ പേപ്പറാ എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടി ആൻഡ് അവരുടെ എക്സാം പാറ്റേൺസ് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി അടുത്തതാണ് നമ്മുടെ ക്ലാസ്സസിൻ്റെ കാര്യം വരുന്നത്. നോളജ് ലെവൽ പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് മോസ്റ്റ്ലി റെക്കോർഡഡ് ആണ് ആൻഡ് അത് കൂടാണ്ട് നിങ്ങളുടെ പ്രോഗ്രസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടോപ്പിക്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ സെറ്റ് ഓഫ് ടോപ്പിക്സ് കഴിയുമ്പോഴത്തേക്കും ഇവാലുവേഷൻസ് ഉണ്ടാവും, ടെസ്റ്റ് തരുന്നതായിരിക്കും, അസൈൻമെൻറ്റ്സ് തരുന്നതായിരിക്കും ആൻഡ് കറക്റ്റായിട്ട് സ്റ്റുഡൻറ്റ് കോർഡിനേറ്റർ അത് ചെക്ക് ചെയ്യുന്നതുമായിരിക്കും. അപ്പം അങ്ങനെയായിരിക്കും നമുക്ക് നിങ്ങളുടെ പ്രോഗ്രസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പറയുന്ന അസൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ തരുന്ന അസൈൻമെൻറ്റ്സ് ടൈമിന് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ വരുന്നതാണ് സ്റ്റഡി മെറ്റീരിയൽ. അപ്പം ഇപ്പം നമുക്ക് മെയിനായിട്ട് എസ്പെഷ്യലി MCQs നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ACCയുടെ തന്നെ ഒരു റിസോഴ്സസ് ആയിട്ടുള്ള സ്റ്റഡി ഹബാണ്. അപ്പം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ലൈക്ക് കുറേ എല്ലാ ടോപ്പിക്കിനും കുറേ MCQs അവർ സ്റ്റഡി ഹബിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ടോപ്പിക് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലാണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള MCQs ഉണ്ട്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് സ്റ്റഡി ഹബ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ആൻസർ സെലക്ട് ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവരെൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയിട്ട് അടുത്തതിലേക്ക് പോവാം. അപ്പോൾ ഓരോ ടോപ്പിക് വൈസും അവിടെ ക്വിസസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സ് റിവൈസ് ചെയ്യാനാണെങ്കിൽ. അപ്പം ഇങ്ങനത്തെ റിസോഴ്സസ് മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ആണ് നമ്മുടെ ക്ലാസ്സിൻ്റെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി BT എന്ന് പറയുന്നത് എന്താണ് ആ പേപ്പർ അല്ലെങ്കിൽ അതിൻ്റെ എക്സാം സ്ട്രക്ചർ എങ്ങനെയാണ് ആൻഡ് നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇനി അടുത്തത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആ BT എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഒരു ചെറിയൊരു ടോപ്പിക്ക് ഇവിടെ നമ്മൾ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ, ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും എന്താണ് ഈ സബ്ജക്റ്റ് ആൻഡ് എങ്ങനെയാണ് ക്ലാസ്സസ് എന്നൊക്കെ. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ BTയുടെ എന്നാണ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പം എന്താണ് ബിസിനസ് ഓർഗനൈസേഷൻ? പേര് കേൾക്കുമ്പം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വരുന്നത് ഗ്രൂപ്പ് എന്നുള്ളതാണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരാളുടെ എന്നുള്ളൊരിതല്ല, നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പിനാണ് ഓർമ്മ വരുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം എന്താണ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ is a structured group of people and resources that work together to provide goods or services in order to achieve specific goals, usually to earn profit and increase wealth of the owners. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പം അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് പേര് കേൾക്കുമ്പോൾ നമുക്ക് വരുന്നത് ഒരു ഗ്രൂപ്പ് എന്നാണ്. അപ്പം അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് റിസോഴ്സസ് ആയിരിക്കും. അവരെന്തിനായിരിക്കും വരുന്നത്? ഒരുമിച്ച് വരുന്ന എന്തെങ്കിലും ഗുഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസസോ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ആൻഡ് അവരെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവർക്കൊരു കോമൺ ഗോൾ അറ്റൈൻ ചെയ്യാനുണ്ടാവും. അതായത് മോസ്റ്റ് കേസിൽ അത് പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പം എന്തൊക്കെയായിരിക്കും ഈ ബിസിനസ് ഓർഗനൈസേഷൻ്റെ കോമ്പണൻസ് ആയിട്ട് വരുന്നത്? നമുക്കറിയാം, നമ്മൾ ആ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് റിസോഴ്സ്. അതാണ് ഫസ്റ്റ് വൺ, സോഷ്യൽ അറേഞ്ച്മെന്റ്സ്. അപ്പം എന്താണ് സോഷ്യൽ അറേഞ്ച്മെന്റ്? ഇപ്പം എവിടെയാണെങ്കിലും എന്തൊരു ബിസിനസ് ആണെങ്കിലും അവിടെ ഒരു സോഷ്യൽ അറേഞ്ച്മെന്റ് ഉണ്ടാവും. അതായത് ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇപ്പം നമ്മൾ വെറുതെ ഇന്ന് സംസാരിക്കുമ്പം എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ട് ഒരു ബിസിനസ് തുടങ്ങാം എന്നുള്ളത്. അപ്പം അത് ഒറ്റയ്ക്ക് ചെയ്യാണ്ട് അവിടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യും, എടാ ഇങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ട്, നമുക്കിത് തുടങ്ങിയാലോ എന്നുള്ളത്. അപ്പം അങ്ങനെ മോർ ദാൻ വൺ പേഴ്സൺ
അവിടെ ഒരു എഗ്രിമെന്റിൽ വരുന്നത്, അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നത്, എന്നിട്ടൊരു ബിസിനസ് തുടങ്ങുന്നത്, ആ എഗ്രിമെന്റിനെ വിളിക്കുന്നതാണ് സോഷ്യൽ അറേഞ്ച്മെന്റ് എന്നുള്ളത്. അത് ഒരുപക്ഷെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇതാവാം, അല്ലെങ്കിൽ ഒരു നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പം ആ എംപ്ലോയർ ആ ഒരു ബന്ധത്തിനാവാം. അത് എല്ലാ അങ്ങനത്തെ എന്ത് റിലേഷൻ ആണെങ്കിലും അതിനെയാണ് നമ്മൾ സോഷ്യൽ അറേഞ്ച്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, a social arrangement refers to a group or more than one person working together. It includes both formal relationship such as managers and employees and informal relationship such as friendship and teamwork among employees. ഓക്കെ, അപ്പം എന്തായാലും ഒരു ബിസിനസ്സിൽ എന്തായാലും ഒരു സോഷ്യൽ അറേഞ്ച്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഒരു വലിയ ഒരു ബിസിനസ്, നിങ്ങൾ ഏതൊരു ബിസിനസ്സിനെടുത്താലും അവിടെ ഒറ്റൊരാൾ നിന്നല്ല എല്ലാ പണിയെടുക്കുന്നത്. ഏത് ബിസിനസ് നമ്മൾ നോക്കിയാലും അവിടെ ഒരു മെയിൻ ആളുണ്ടെങ്കിലും ആളുടെ കീഴിൽ കുറെ ആൾക്കാരുണ്ടാവും ഓരോ സെക്ഷനിൽ അല്ലെങ്കിൽ ഓരോ ഇതിൽ വർക്ക് ചെയ്യുന്നത്. ആൻഡ് അവിടെ എല്ലാവരുമായിട്ടൊരു സോഷ്യൽ അറേഞ്ച്മെന്റ് ഉണ്ടാവും. അത് ഒന്നെങ്കിൽ ഫോർമൽ ആയിരിക്കും അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിരിക്കും. ഓക്കെ, ആൻഡ് അങ്ങനത്തെ അറേഞ്ച്മെന്റ്സിനെയാണ് സോഷ്യൽ അറേഞ്ച്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ബിസിനസ് ഓർഗനൈസേഷൻ ഡിസ്കസ് ചെയ്തപ്പം പ്രോഫിറ്റ് മേക്കിംഗ് ഉണ്ടാവും ഗോള്, അല്ലാത്ത ഗോൾസ് ഉണ്ടാവും. അതായത് നമുക്കറിയാം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും ഉണ്ടെന്ന് നിങ്ങൾക്കറിയായിരുന്നോ? അതായത് ACCA ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. നിങ്ങൾക്കറിയാം, ഇപ്പൊ നിങ്ങൾ എക്സാം ഫീസ് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെങ്കിലും അന്വേഷിക്കുമ്പോൾ ഓ ഇവർ കുറെ പൈസ മേടിക്കുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷെ അങ്ങനെയല്ല. ACCA ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അതിൻ്റെ അകത്തെ സോഷ്യൽ അറേഞ്ച്മെന്റ് എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചാരിറ്റി, അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രൊഫഷണൽ അസോസിയേഷൻസ് നമ്മളെപ്പോലെ. പിന്നെ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ കമ്പനീസ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് വെഞ്ചേഴ്സ്, അതായത് രണ്ടുപേരും കൂടി ചേരുന്നത്, അവിടെ ഒരു സോഷ്യൽ അറേഞ്ച്മെന്റ് ഉണ്ട് പാർട്ട്ണർഷിപ്പിൽ. അപ്പം അങ്ങനെ അതാണ് സോഷ്യൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹോസ്പിറ്റൽ ചാരിറ്റി ഇൻവോൾവ്സ് ഡോക്ടർ, വോളണ്ടിയേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്കിംഗ് ടുഗെദർ ടു ഡെലിവർ ഹെൽത്ത് കെയർ സർവീസ്. പറഞ്ഞില്ല, ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്നതല്ല, ഇത് കുറെ ആൾക്കാരുണ്ടാവും. അതിന് ആൾക്കാർ എല്ലാവരുമായിട്ട് ഒരു സോഷ്യൽ അറേഞ്ച്മെന്റ് ഉണ്ടാവും. അടുത്തതാണ് കളക്റ്റീവ് ഗോൾസ്. അതായത് ഇപ്പം എൻ്റെയും നിങ്ങളുടെയും ഗോൾസ് സെയിം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഓപ്പറേഷൻ നടക്കും. ഇത് നിങ്ങൾക്ക് വേണ്ടത് വേറൊരു കാര്യം, എനിക്ക് വേണ്ടത് വേറൊരെണ്ണമാണെങ്കിൽ നമ്മുടെ ആ ഗോൾസ് മാച്ചായി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഓപ്പറേഷൻ ഒരുമിച്ച് സ്മൂത്ത് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെയാണ് കളക്റ്റീവ് ഗോൾസ് വരുന്നത്. അപ്പം അതായത് ഇപ്പം ഞാനിപ്പം എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ സോഫ്റ്റ്വെയർ നല്ലൊരു രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു നിലയിൽ എത്തണം എന്നാണ് എൻ്റെ ഗോൾ. ആൻഡ് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് എൻ്റെ ഈ ഐഡിയ പറഞ്ഞു. ഓക്കെ, ആൻഡ് ആൾക്ക് സോഫ്റ്റ്വെയറിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ബട്ട് ആൾക്ക് വേണ്ടെന്ന് വെച്ചാൽ വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഈ ഗോള് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റും. അതായത് എൻ്റെ സോഫ്റ്റ്വെയർ അത്രത്തോളം മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും എന്തായാലും അവിടെ ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും ഗോൾസ് അവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഇതിനെയാണ് കളക്റ്റീവ് ഗോൾസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയല്ല, ഇപ്പം എനിക്കൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് അല്ല, വെൽ പ്രോഫിറ്റ് അല്ല, അതിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഒരു പ്രോഫിറ്റ്, അങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ വേണ്ടെങ്കിൽ അങ്ങനത്തെ രണ്ടാൾക്കാർ ഒരിക്കലും ചേർന്ന് പോകില്ല. കളക്റ്റീവ് ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്റ്റീവ് ഗോൾസ് ആർ കോമൺ ഒബ്ജക്റ്റീവ് that members of the organization aim to achieve. These goals give direction and purpose to an organization. അതായത് നിങ്ങൾ ഇപ്പം ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ, ഓക്കെ, ഇപ്പം ഞാൻ ഒരു വലിയ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം അറ്റ് ദി എൻഡ് നമുക്ക് വെൽത്ത് ഉണ്ടാവണം എന്നുള്ളതായിരിക്കും. പക്ഷെ അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പം ആ കമ്പനി നല്ല രീതിയിൽ എത്തണമെന്ന് കൂടെ ഉണ്ടാവില്ല. അതായത് ക്ലയൻറ്റ്, ഇപ്പം നമുക്കൊരു ക്ലയൻറ്റ് കിട്ടുകയാണെങ്കിൽ അവരെ വരേക്ക് സാറ്റിസ്ഫൈ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എന്താ പറ്റുക, ആ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവും. ആൻഡ് ആ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാകുമ്പോഴാണ് നമുക്കും പേഴ്സണലി നമ്മുടെ നീഡ്സ് മീറ്റ് ആവുക. അപ്പം അങ്ങനെ കൂടിച്ചേരുന്ന ഒരു ഇതിനെയാണ് കളക്റ്റീവ് ഗോൾസ് എന്ന് പറയുന്നത്. ഈ കളക്റ്റീവ് ഗോൾസ് നമുക്ക് പ്രോപ്പർ ഒരു ഡയറക്ഷനും ഒരു പേർപ്പസും തരും ഒരു ഓർഗനൈസേഷൻ. ഓക്കെ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് കെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ അതിനെ സപ്പോർട്ട് ചെയ്യുക,
ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ വെൽത്ത് മാക്സിമൈസേഷൻ, അല്ലെങ്കിൽ ഇൻക്രീസിങ് മാർക്കറ്റ് ഷെയർ, അല്ലെങ്കിൽ എക്സ്പാൻഡിങ് ഇൻ ടു ന്യൂ മാർക്കറ്റ്സ്, ഇതൊക്കെ ആയിരിക്കും അവരുടെ ഗോൾസ് വരിക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു എക്സാമ്പിൾ ആണ്. ഒരു ടെക്നോളജി കമ്പനി മേ എയിം ടു ഡെവലപ്പ് ഇന്നോവേറ്റീവ് സോഫ്റ്റ്വെയർ വൈൽ ഇൻക്രീസിങ് ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഇതിനെയാണ് കളക്റ്റീവ് ഗോൾസ് എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒരു കോമ്പണൻ്റ് ആണ് കൺട്രോൾഡ് ആക്ടിവിറ്റീസ്. അതായത് ഇപ്പോൾ നമ്മളിപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ECC പഠിക്കുമ്പോഴെങ്കിൽ എന്ത് പഠിക്കുമ്പോഴും ഞങ്ങളിപ്പം ക്ലാസ്സസ് തരുന്നു. അപ്പം നിങ്ങളത് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം കണ്ടു, നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, എവിടം വരെ പ്രോഗ്രസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഓർഗനൈസേഷൻ ഓരോ ആൾക്കാരെ നിയമിച്ചിട്ടുണ്ടാവും. ഇത് റീച്ച് ഔട്ട് ചെയ്യണം. സ്റ്റുഡൻറ് കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും, മെൻറ്റേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് അവർക്ക് റീച്ച് ഔട്ട് ചെയ്യാം. അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കും എവിടം വരെയായി, എത്ര പോർഷൻസ് ആയി, പിന്നെ ഓരോ ടെസ്റ്റും കാര്യങ്ങളും വരും. അപ്പം അവിടെ ആ ഒരു കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുവാണ്. എന്തിനാണ്? കാരണം നമ്മളെ രണ്ടുപേരുടെ ഇപ്പം ഞാൻ പഠിപ്പിക്കുമ്പം എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളാണ് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ്, ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് പാസ്സാവാന്നുള്ളത്. നിങ്ങളും അതിനു വേണ്ടി തന്നെയാണ് ഇവിടെ ക്ലാസ്സസ് ജോയിൻ ചെയ്യുന്നത്. അപ്പം ആ ഗോൾ ഉള്ളപ്പം ആ ഗോള് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് നടത്തുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെ മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്ന ആക്ടിവിറ്റീസിനെയാണ് കൺട്രോൾഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. എന്താണ് കൺട്രോൾഡ് ആക്ടിവിറ്റീസ്? Control activities are the structured process and operations used to achieve organizational goals. These activities are usually planned, coordinated and supervised. നമുക്കറിയാം എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അവിടെയൊക്കെ നമ്മുടെ പേഴ്സണൽ റിവ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും നമ്മളെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരാളുണ്ടാവും. അതൊക്കെ എന്തിനാ? ആ പ്രോസസ്സ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുണ്ടോ, സ്മൂത്ത് ആയിട്ടാണോ കാര്യങ്ങൾ നടക്കണേ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അങ്ങനത്തെ ഒരു സ്മൂത്ത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഫൈനൽ ഗോള് അറ്റൈൻ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പം ഇങ്ങനത്തെ ഒരു കൺട്രോൾഡ് ആക്ടിവിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇങ്ങനത്തെ കൺട്രോൾ ആക്ടിവിറ്റീസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ സോഷ്യൽ അറേഞ്ച്മെന്റ്സ് കറക്റ്റായിട്ട് പോകണമെന്നില്ല, ആൻഡ് നമ്മുടെ കോമൺ ഗോള് അറ്റൈൻ ആവണം എന്നുമില്ല. അപ്പൊ അതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്ത്? കൺട്രോൾഡ് ആക്ടിവിറ്റീസ്. ഓക്കെ, അതിന്റെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ എക്സാമ്പിൾ എന്തൊക്കെയാ? റണ്ണിങ് എ കമ്മ്യൂണിറ്റി സർവീസ്, ചാരിറ്റി ഇവന്റ്സ്, വോളണ്ടിയർ കോർഡിനേഷൻ. ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ മാനുഫാക്ചറിങ് ഗുഡ്സ്, മാർക്കറ്റ് പ്രൊഡക്ട്സ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഇനി കസ്റ്റമർ സർവീസസ്. ഇതൊക്കെയാണ് ബിസിനസ് ഓർഗനൈസേഷന്റെ എക്സാമ്പിൾ. ഇനി അടുത്തത് അപ്പം നമ്മൾ നോക്കി. അപ്പം 3 മെയിൻ കോമ്പണൻസ് ആണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനുള്ളത്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അതായത് നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ എന്താന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, റിസോഴ്സസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു സോഷ്യൽ അറേഞ്ച്മെന്റ് ഉണ്ടാവും. പിന്നെ ഒരുമിച്ച് വന്നാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്തിനാ? ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ്. അപ്പൊ അതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കളക്റ്റീവ് ഗോൾസ്. എന്തായാലും ആ ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യണം. അങ്ങനത്തെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഫോം ആവണമെങ്കിൽ തന്നെ അവിടെ ഒരു കളക്റ്റീവ് ഗോള് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ആ കളക്റ്റീവ് ഗോള് അറ്റൈൻ ചെയ്യാൻ നമുക്ക് എന്താ വേണ്ടത്? അതിനാണ് നമുക്ക് കൺട്രോൾഡ് ആക്ടിവിറ്റീസ് വേണ്ടത്. ഇത് മൂന്നുമാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻസ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് പ്രൈമറി പേർപ്പസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. എന്താണ് ബേസിക് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ പേർപ്പസ്? The main reason for forming a business organization is to operate beyond the capacity of a single individual. By working together, a group of people can achieve more than one person working alone. Organization allow individuals to pool resources, skills and knowledge. അതായത് ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പം നിങ്ങൾ എവിടെ നോക്കിയാലും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. ഇപ്പം ഇപ്പം എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് മാർക്കറ്റിങ്ങിനെ പറ്റി ഐഡിയ ഉണ്ട്. മാർക്കറ്റിംഗ് എങ്ങനെയാ, ഇപ്പം ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങാൻ എനിക്ക് മാർക്കറ്റിംഗ് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിയാം. ബട്ട് സോഫ്റ്റ്വെയർ കാര്യങ്ങൾ അതിനെപ്പറ്റി എനിക്ക് വലിയ നോളജ് ഇല്ല. അപ്പം ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആകുമോ?
ചിലപ്പോൾ ആയേക്കാം, ബട്ട് ആ സോഫ്റ്റ്വെയർ കമ്പനിയിൽ സോഫ്റ്റ്വെയർ ആണ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ബട്ട് മാർക്കറ്റിംഗ് എൻ്റെ മെയിൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ നോളജ് ഉള്ള ഒരു ഏരിയ. എനിക്ക് നല്ലോണം മാർക്കറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷെ മാർക്കറ്റ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് മര്യാദയ്ക്ക് ആയിരിക്കണ്ടേ. പക്ഷെ അതിന് പകരം ഞാൻ വേറെ എൻ്റെ ഫ്രണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ഞാൻ വേറെ റിസോഴ്സസ് എടുത്തിട്ട് ഞാൻ അങ്ങനെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനുള്ള ഒരു ഡെവലപ്പറിനെ കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ മാർക്കറ്റിംഗ് നോക്കും, ആൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് സെയിൽസിന് വേണ്ടിയിട്ട് വേറെ ഒരാളെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അവിടെ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി വേറെ ഒരാളെ കൊണ്ടുവന്നു. ഇങ്ങനെ ഞാൻ റിസോഴ്സസ് ഔട്ട്സോഴ്സ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഇങ്ങനെ പൂൾ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അവിടെ സ്കിൽസും നോളജും വേറൊരാളുടെ സ്കിൽസും നോളജും ഞാൻ ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പം ഞാൻ ഒരു ഏരിയയിൽ എക്സ്പേർട്ട് ആണെങ്കിൽ എനിക്ക് അത് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഞാൻ അത് തന്നെ ഞാൻ ഇൻഡിവിജ്വലി ഒരു ഫുൾ ബിസിനസ് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പ്രൊഫഷണലായിട്ട്, അല്ലെങ്കിൽ എനിക്ക് മര്യാദയ്ക്ക് അറിയുന്ന ഒറ്റ ഒരു ഏരിയ ഉള്ളൂ. ബാക്കി ഏരിയാസിൽ എൻ്റെ നോളജ് അത്രയ്ക്ക് ലൈക്ക് മാർക്കറ്റിങ്ങിനുള്ള അത്രയും സ്കിൽഡ് ആയിരിക്കില്ല ഞാൻ ബാക്കിയുള്ള ഏരിയാസിൽ. അപ്പം അതൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ ബിസിനസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം എന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് വേറെ റിസോഴ്സസ് പൂൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ആ ഏരിയയിൽ പ്രൊഫഷണലായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരതിന് സ്മൂത്ത് റണ്ണിങ് നോക്കിക്കോളും. അപ്പം ഞാൻ എൻ്റെ ഏരിയ ഫോക്കസ് ചെയ്ത് മൊത്തത്തിൽ ഒന്ന് മാനേജ് ചെയ്താൽ എനിക്ക് എൻ്റെ ബിസിനസ് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അതാണ് മെയിനായിട്ട് ഈ ബിസിനസ് ഓർഗനൈസേഷൻ ഫോം ആവുന്നത് തന്നെ. കാരണം നമുക്ക് ഈ ഒറ്റയ്ക്ക് പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ ഒരാൾ കൂടെ ഉണ്ടെങ്കിലാണ് നല്ലത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അതേപോലെ ഇപ്പം നമ്മൾ വീക്കായിട്ടുള്ള പോയിന്റ്സിൽ നമുക്ക് അവിടെ നമ്മുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ, അതിനെക്കാട്ടിലും അത്രയും എക്സ്പേർട്ട് ആയിട്ട് ഒരാളെ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ഫെർദർ ഹൈറ്റ്സിലേക്ക് എത്താൻ പറ്റും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഫോം ആവുന്നത് തന്നെ. അപ്പം ഫോർ എക്സാമ്പിൾ, വൺ പേഴ്സൺ മേ സ്ട്രഗിൾ ടു open a large restaurant, but with investors, chefs and managers, it becomes possible to run a successful restaurant business. അതായത് ഒരാൾക്ക് ഇപ്പം എനിക്ക് തന്നെ ഈ എക്സാമ്പിൾ തന്നെ പറയുവാണെങ്കിൽ, എനിക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അവിടെ വെയിറ്റർ, ഞാൻ തന്നെ ചെന്ന് ഓർഡർ എടുക്കുക, ഞാൻ തന്നെ ബാക്കി കിച്ചണിൽ ചെന്ന് കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ തന്നെ ആ ടേബിളൊക്കെ ക്ലീൻ ചെയ്യുക. ഒരാളേ ഉള്ളൂ, ഒരു 3-4 കസ്റ്റമർ വന്നാൽ തന്നെ തീർന്നില്ലേ. അവരെത്ര നേരം വെയിറ്റ് ചെയ്യണം അവരുടെ ഫുഡിന് വേണ്ടി, അല്ലെങ്കിൽ ആ ടേബിൾ ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഓർഡർ എടുക്കാൻ ആൾ വരാൻ വേണ്ടി. പക്ഷെ ഇതിനൊക്കെ അറ്റ്ലീസ്റ്റ് ഒരാൾ വെച്ചെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓപ്പറേഷൻ ഭയങ്കര സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ചെറിയ ഒരു ടോപ്പിക്ക്. അതായത് എന്താണ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് നമ്മൾ നോക്കി, എന്താണ് അതിൻ്റെ മെയിൻ 3 കോമ്പോണൻസ് എന്ന് നോക്കി, ആൻഡ് എന്താണ് അതിൻ്റെ പേർപ്പസ് എന്ന് നോക്കി. ഓക്കെ, മെയിനായിട്ട് BTയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇത് നമ്മൾ നേരത്തെ കീ പോയിന്റ്സ് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ബിസിനസ് കൊണ്ടുപോവുക, അതിനകത്ത് എന്തൊക്കെ ടെക്നോളജീസ് ആണ് വരിക, ലോസ് എന്തൊക്കെയാണ്, അവരുടെ എത്തിക്സ് എന്തൊക്കെയാണ്, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, എന്തൊക്കെ റിസ്ക് ആയിരിക്കും വരിക, ഇങ്ങനെ ഫ്രോഡ് വന്ന് എന്തൊക്കെ ചെയ്യും, ഇങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് ഈ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും എസ്പെഷ്യലി നോളജ്, അതെ എസ്പെഷ്യലി ഏത് പേപ്പർ ആണെങ്കിലും, ഇത് ഞാൻ നോളജ് ലെവൽ അല്ലെങ്കിൽ BT എന്ന് മാത്രം പറയുന്നില്ല, ഏത് പേപ്പർ ആണെങ്കിലും ACC പഠിക്കുമ്പോഴത്തേക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കാൻ നോക്കുക. കാരണം ഇതിനു മുമ്പ് നമ്മൾ 12th അല്ലെങ്കിൽ BCom പഠിച്ച പോലെ അല്ല, ഇതൊക്കെ റിയൽ വേൾഡിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഓരോ പേപ്പറിലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കോൺസെപ്റ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, റാദർ ദാൻ കാണപ്പണം പഠിച്ചു വെക്കുന്നത്. അപ്പം കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ BT ഇസ് എ റിയലി സിമ്പിൾ പേപ്പർ. ഓക്കെ, ഇത്രേ ഉള്ളൂ BTയുടെ ഇൻട്രൊഡക്ഷൻ. താങ്ക് യു.